അങ്ങനെ ഞായറാഴ്ച പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നൂലപ്പമൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് 2 ദിവസം മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മട്ടനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ള സവാളൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാ മൂത്താൾ എന്തായാലും കാറ്റസത്തിന് പോയി. ഇവിടെ ഞാൻ രണ്ടാമത്തെ കുർബാനയ്ക്ക് വിടാനായിട്ട് അപ്പാപ്പനോട് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. എന്നാലേ എനിക്ക് കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ഞാൻ റൈസിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വെള്ളം വാർന്നിട്ട് അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് തള വരുമ്പോൾ അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളിവിടെ മട്ടൻ വേവിക്കാനുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ ഈ ഒരു റൈസ് നമ്മൾ നന്നായി വാർന്ന് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനനുസരിച്ച് ഒരു 75 to 80% വേവ് ആവുന്നവരേക്കും നമ്മളിങ്ങനെ നോക്കി നിൽക്കാം. അധികം അങ്ങനെ വേവിച്ച് കൊളാക്കണ്ട, ദമ്മിടാനുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാൻ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. എനിക്കിങ്ങനെ ഊറ്റിയെടുക്കുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് എനിക്ക് വളരെ കൂടുതലാണ്. ഇതാകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാത്ത പരിപാടിയാണ്. അങ്ങനെ ഇപ്പോൾ അതിങ്ങനെ വേവൊക്കെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഊറ്റിയൊക്കെ പകർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ നല്ല ആവശ്യത്തിനുള്ള വേവ് ആയിട്ടുള്ളൂ കേട്ടോ, ഒട്ടും കൂടിയിട്ടില്ല. അപ്പം അങ്ങനെ അത് മാറ്റി വെച്ച് പിന്നെ അപ്പോഴേക്കും മട്ടനൊക്കെ നല്ല ഗ്രേവിക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് കാച്ചാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ മല്ലിയില പുതിനയില എല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ആ തൈരിൽ ഈ ഒരു തക്കാളിയും അതേപോലെ മല്ലിയിലും പുതിനയിലൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച മട്ടൻ അതിലേക്ക് തട്ടി കൊടുക്കുക. കുറച്ച് ഗ്രേവിയോട് കൂടി എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളി രസം ഉണ്ടായിരുന്നു. നല്ല ഗ്രേവി ആയിരുന്നു. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മട്ടനോ ചിക്കനോ എന്തായാലും ഈ ഒരു പാറ്റേണിൽ ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ ദമ്മൊക്കെ ഇട്ട് അവിടെ കുറച്ച് അലങ്കാരപ്പണികളിലേക്ക് കിടന്നതിന് ശേഷം അതൊക്കെ നമ്മൾ സെറ്റാക്കൊക്കെ വെച്ച് നമ്മൾ കുറച്ച് നേരം 20 മിനിറ്റ് നേരം സിമ്മിലിട്ട് നമ്മൾ ദം ചെയ്ത് വെച്ചു. ദമ്മൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തൊക്കെ ഒന്ന് പോയി. പിന്നെ കുടുംബസമ്മേളനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് പോയി. അങ്ങനെ കുറച്ച് സമയം പോയി. തിരിച്ച് വീട്ടിൽ വന്നു. നമ്മൾ ചായയൊക്കെ വെച്ചു. ഇന്ന് സൺഡേ ആയ കാരണം കൊണ്ട് കുറച്ച് ഗസ്റ്റുകളൊക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ വരാറുണ്ട്. പിന്നെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഇരുത്തി അവൾക്ക് എക്സാം ഉണ്ട്, അവളുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഇന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി. ഇനിയും രാത്രിയുണ്ട്. അതങ്ങനെ പോകുന്നു. ടാറ്റാ.